ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെയ്ത്ത് ഫോർമേഷനാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, വിശ്വാസ പരിശീലനം. ഇതിനെക്കുറിച്ച് ആദ്യമേ തന്നെ എൻ്റെ മനസ്സിലോട്ട് വന്നത് ഈ ഫോർമേഷൻ, ട്രെയിനിങ്, ഈ രണ്ട് വാക്കുകൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യത്യാസം എന്താണ്? അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ട്രെയിനിങ് എന്നുപയോഗിക്കുക പ്രധാനമായിട്ട് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അത് നേടിയെടുക്കാനും അതിൽ കുറച്ചുകൂടെ വൈദഗ്ധ്യം നേടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ട്രെയിനിങ്. അതേസമയം പരിശീലനം ഒരു വ്യക്തിയുടെ ജീവിതത്തെ തന്നെ രൂപീകരിക്കുവാൻ വേണ്ടി, അതിനെ രൂപീകരണം എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. ട്രെയിനിങ് അത് പരിശീലനം എന്ന് തന്നെയാണ്. നമ്മൾ ഏതാണ്ട് ഇത് രണ്ടും ഒരുപോലെയാണ് നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ ഓർക്കുക, സെമിനാരി ഫോർമേഷൻ, പ്രീസ്റ്റ്ലി ഫോർമേഷൻ, റിലീജിയസ് ഫോർമേഷൻ, അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുക. ക്യാരക്ടർ ഫോർമേഷൻ. അതേസമയം നമ്മൾ മറ്റ് മിലിറ്ററി ട്രെയിനിങ് അല്ലെങ്കിൽ ITI ട്രെയിനിങ്, ചില സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, വിശ്വാസ പരിശീലനം എന്നുള്ളത് അതൊരു രൂപീകരണമാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ദിവസം നമ്മൾ തുടങ്ങേണ്ടതും ഈ വചനത്തിൽ നിന്നാണ്. ക്രിസ്തു ഓരോ കുഞ്ഞിലും രൂപപ്പെടുവാൻ വേണ്ടി മാതാപിതാക്കളും വീടുകളിൽ, അതുപോലെ തന്നെ പാരീഷിൽ രണ്ടാമതായിട്ട് വിശ്വാസ പരിശീലനത്തിന് പ്രധാന കളരിയാകുന്നത് ഇടവക ദേവാലയത്തോടനുബന്ധിച്ചുള്ള മതബോധനവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇടവകയിലെ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിലുള്ള കാറ്റഗിസം, ആ ഒരു ടീം ടീച്ചേഴ്സ്, അവരൊക്കെ ഒരു ഈറ്റുനോവ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? കുട്ടികളിൽ ആ ഒരു വിശ്വാസം രൂപപ്പെടുവാൻ വേണ്ടി, ക്രിസ്തുവിലുള്ള വിശ്വാസം രൂപപ്പെടുവാൻ വേണ്ടി അവരപ്രകാരം ഒരു ഈറ്റുനോവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫോർമേഷൻ എന്നുള്ള വാക്കിന് നമുക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുക. അതൊരു ജീവിതാവസാനം വരെ നിൽക്കുക, ലൈഫ് ലോങ് പ്രോസസ് ആണെന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ കുട്ടികളുടെ മനസ്സിലും അത് പങ്കുവെക്കാനായിട്ട് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ മനസ്സിലും അത് ഓർമ്മയിരിക്കട്ടെ. ഇത് ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കേണ്ട ഒരു പ്രക്രിയയാണ് ഈ ഒരു വിശ്വാസ പരിശീലനം എന്ന്. അതുകൊണ്ട് സീറോ മലബാർ സഭ ഈ ഒരു വിശ്വാസ പരിശീലനത്തിന് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്, ഡെഫിനിഷൻ. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ പക്വതയിലേക്കും ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്കും ക്രിസ്തു വിശ്വാസികളെ നയിക്കുകയെന്ന ലക്ഷ്യത്തോടെ ക്രിസ്തീയ വിശ്വാസ സംഹിതയെ അധികരിച്ച് മാമോദീസ സ്വീകരിച്ചവർക്കായി സഭ നൽകുന്ന ക്രമാനുഗതവും സമഗ്രവുമായ പ്രബോധന പ്രക്രിയയാണ് വിശ്വാസ പരിശീലനം അഥവാ മതബോധനം. ഇപ്പൊ ഇവിടെ ഓരോ വാക്ക് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കണമല്ലോ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പക്വതയിലേക്കാണ് നമ്മളെ വിശ്വാസ ഫോർമേഷൻ നയിക്കേണ്ടത്. രണ്ടാമത്, ഫുൾനെസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്കും. ഇത് രണ്ട് വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പക്വതയിലേക്ക് ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിൽ പക്വതയുള്ളതായിരിക്കേണ്ടത്? ഇപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു സമയത്താണെങ്കിലും നമ്മൾ ഈ ഒരു കൊറോണ ഔട്ട്ബ്രേക്കിന്റെ സമയത്ത്, COVID-19 ഔട്ട്ബ്രേക്കിന്റെ സമയത്ത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പക്വത എപ്രകാരമാണ് എന്ന് വെളിപ്പെടാനുള്ള ഒരു സമയമാണ്. സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രയാസം ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അതിനെ അതിജീവിക്കേണ്ടത് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ പക്വതയിലാണ്. അപ്പോൾ ഞാൻ ഒരു പരാതിപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം മാറുകയും, അല്ലെങ്കിൽ കുട്ടികളിലാണെങ്കിലും ഇപ്രകാരമൊക്കെയുള്ള ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലും അതുപോലെ തന്നെ പല അപ്സ് ആൻഡ് ഡൗൺസിൽ അവര് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള പക്വത കൊടുക്കുകയാണ് വിശ്വാസ പരിശീലനത്തിന് പ്രഥമമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് ഈ നിർവചനം പറയുന്നു. രണ്ടാമത്, ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരണം. ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണത എവിടെയാണ്? നിത്യജീവനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിശുദ്ധരാവുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മതബോധനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ചിരുന്ന് ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. എൻ്റെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള പരമമായിട്ടുള്ള ആ ഒരു ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ പൂർണ്ണത എന്താണ്? സ്വർഗീയ ജീവിതം ഞാൻ മുന്നിൽ കാണുന്നുണ്ടോ?
അല്ലെങ്കിൽ സ്വർഗീയ ജീവിതം ഞാൻ ഇവിടെ തന്നെ കൂദാശകളിൽ ആസ്വദിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? എപ്പോഴും നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത്? അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക്. ഈ രണ്ട് വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തീയ വിശ്വാസ പക്വതയിലേക്കും അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്കും വിശ്വാസികളെ നയിക്കുന്ന ലക്ഷ്യത്തോടെ ക്രിസ്തീയ വിശ്വാസ സംഹിതയെ അധികരിച്ച് മാമോദീസ സ്വീകരിച്ചവർക്കായി സഭ നൽകുന്ന, ഇനി ഈ വിശ്വാസ പരിശീലനം എന്നുള്ളത് യേശുവിനെ കേൾക്കാത്ത വ്യക്തികൾക്കോ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയിൽ, കത്തോലിക്ക സഭയിൽ അംഗമാകാത്ത വ്യക്തികൾക്കോ കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ല, ഒരു പ്രക്രിയയല്ല. മറിച്ച് മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗങ്ങളായവർക്ക് അവരുടെ വിശ്വാസത്തിന്റെ പക്വതയിലേക്ക് വളരുവാനും അവരുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുവാനും സഹായിക്കുന്ന കത്തോലിക്ക സഭയുടെ വിശ്വാസ സംഹിതയെ അധികരിച്ചുകൊണ്ട്, ഇനി വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണം, ക്രമാനുഗതവും അതുപോലെ തന്നെ സമഗ്രവുമായ പ്രബോധന പ്രക്രിയയാണ്. ഇന്റഗ്രൽ ആൻഡ് റെഗുലർ വേ ഓഫ് ടീച്ചിങ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്. അപ്പോൾ ക്രമാനുഗതമാണ്, റെഗുലർ ആണ്. അതുകൊണ്ടാണ് റെഗുലർ സൺഡേ കാറ്റഗിസം നമ്മൾ പറയുക. വീണ്ടും അത് സമഗ്രമാണ്. It is about the church, it is about Christ, it is also to become a good citizen of India. രാഷ്ട്രത്തിന് സേവനം ചെയ്യുന്ന, സമൂഹത്തിന് നന്മ ചെയ്യുന്ന, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവൻ നയിക്കുന്ന, വചനാധിഷ്ഠിതമായ ജീവൻ നയിക്കുന്ന, അതുപോലെ തന്നെ നിത്യജീവനിലോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന, നല്ല ധാർമ്മികത, വിശ്വാസത്തിൽ അടിസ്ഥാനമായ ധാർമ്മികപരമായ ജീവൻ നയിക്കുന്ന ഒരു ഫോർമേഷൻ കൊടുക്കുക. അതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാന കാര്യമെന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഈ ഒരു ഡെഫിനിഷൻ തന്നെ മനസ്സിലാക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു ഫെയ്ത്ത് ഫോർമേഷൻ സൺഡേക്ക് ആവശ്യമായ കാര്യം അതിലുണ്ട്. എന്നാൽ നമ്മൾ തുടർന്ന് മുന്നോട്ട് പോകുമ്പോഴും ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, എവിടെയാണ് നമ്മൾ ഈ ഫെയ്ത്ത് ഫോർമേഷൻ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? വേറെ ക്യാൻ പ്ലേസ് ഫെയ്ത്ത് ഫോർമേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് ഇവാഞ്ചലൈസേഷൻ, പ്രോഫറ്റിക്കൽ റോൾ. അതാണ് കുറച്ചുകൂടെ. പ്രവാചക ധർമ്മത്തിൽ നമ്മൾ അതിനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട് സഭ. അതിലെവിടെയാണ് വിശ്വാസ പരിശീലനത്തെ നമ്മൾ ഇവിടെ സ്ഥാപിക്കുക? ആദ്യത്തെ ഈ ഒരു ഈ ഒരു പ്രവാചക ധർമ്മത്തിൽ ഓരോ സഭയുടെയും അംഗങ്ങൾക്ക് മാമോദിസായാകുന്ന ആ ഒരു പൊതു പൗരോഹിത്യം ലഭിക്കുന്നതാണ് പ്രവാചക ധർമ്മം. ആ പ്രവാചക ധർമ്മത്തിലുള്ള ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ, ഏറ്റവും ആദ്യപടിയിൽ നിൽക്കുന്നത്. നമുക്കറിയാം, പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സ്ലീഹന്മാർ, അല്ലെങ്കിൽ പത്രോസ് സ്ലീഹ പ്രസംഗിച്ചു. ആരോടാ പ്രസംഗിച്ച്? ക്രിസ്തുവിനെ കേൾക്കാത്ത വ്യക്തികളെ കുറിച്ച്, അല്ലെങ്കിൽ ക്രിസ്തു കർത്താവാണെന്ന് വിശ്വസിക്കാത്ത ഒരു സമൂഹത്തോട് ധൈര്യപൂർവ്വം പ്രസംഗിച്ച് 3000-ഓളം പേരെ ക്രിസ്തുവിന് വേണ്ടി നേടി. ഇന്നും സഭയിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുക. നമ്മൾ മറ്റുള്ളവരെ കൂടി ക്രിസ്തുവിനെ അറിയിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്നൊക്കെ നമ്മൾ പറയുന്നത്, നമുക്ക് അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്, ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈശോ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത മിഷൻ മാൻഡേറ്റിൽ അതുണ്ട്. ഗോ ആൻഡ് പ്രീച്ച് ടു ദ ഓൾ നേഷൻസ് what Jesus has taught and baptize them. Those who believe, give them baptism also. സകല ജനതകളോടും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവർക്ക് സ്നാനം കൊടുക്കുക. ഇത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അതാണ് സഭ നേരിട്ടുള്ള സുവിശേഷവൽക്കരണത്തിലൂടെ നടത്തുന്നത്. ഡയറക്റ്റ് പ്രീച്ചിങ്, അറിയത്തില്ലാത്തവരുടെ ഇടയിലോട്ടൊക്കെ സുവിശേഷവുമായി ഇറങ്ങിത്തിരിക്കുന്ന മിഷണറിമാരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും പല സ്ഥലങ്ങളിലും മിഷണറിമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അൽമായ പ്രേക്ഷിതര് ചെയ്തുകൊണ്ടിരിക്കുന്ന സുവിശേഷവൽക്കരണമാണ് ഒന്നാമത്. എങ്കിൽ രണ്ടാമത്തതാണ് ഈ വിശ്വാസ പരിശീലനം. ഇനി ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തത് കാണുമ്പോഴാണ്. അപ്പോൾ വിശ്വാസ പരിശീലനം രണ്ടാമതാണ് വരിക. അതായത് മാമോദീസ സ്വീകരിച്ച് വിശ്വാസം കർത്താവായ യേശുക്രിസ്തു രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ വിശ്വാസം സഭയിൽ അതിനെ വളർത്തുവാൻ, ആ ഒരു വാക്കാണ് വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനും, ടു നർച്ചർ.
ആദ്യത്തെ നമുക്ക് സുവിശേഷവൽക്കരണം എന്നുള്ളത് ഈശോയെ അറിയിക്കുകയാണ്. അതായത് വിശ്വാസം ജനിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്നതാണ് സുവിശേഷവൽക്കരണമെങ്കിൽ, രണ്ടാമത്തെ വിശ്വാസ പരിശീലനം ഫെയ്ത്ത് ഫോർമേഷൻ എന്നുള്ളത് മാമോദിസ സ്വീകരിച്ച് വിശ്വാസത്തിൽ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ വിശ്വാസം വളർത്തണം. സ്വീകരിച്ചതേ ഉള്ളൂ, അതിനെ ഇനി വളർത്തണം, വീണ്ടും അതിനെ പരിപോഷിപ്പിക്കണം. എങ്ങനെയാണ്? കൂദാശകളിലൂടെ. ഇനി മൂന്നാമത്തതാണ് വിശ്വാസ വ്യാഖ്യാനം അല്ലെങ്കിൽ സുവിശേഷ വ്യാഖ്യാനം. അതായത് ദേവാലയത്തിൽ ഒരു ഇടവ പള്ളിയിൽ വികാരി അച്ഛൻ ചെയ്യുന്ന സുവിശേഷ വ്യാഖ്യാനം, അല്ലെങ്കിൽ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ നടത്തുന്ന സുവിശേഷ വ്യാഖ്യാനം, നമ്മുടെ മാസധ്യാനങ്ങളിലോ അല്ലെങ്കിൽ വാർഷിക ധ്യാനങ്ങളിലോ അല്ലെങ്കിൽ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ഇതിലോ വിശുദ്ധ കുർബാന മധ്യേ നടത്തുന്ന സുവിശേഷ പ്രഘോഷണവും എല്ലാം മൂന്നാമത്തെ ഘടകമാണ്. ഇത് ഞാൻ സൂചിപ്പിച്ചത് വിശ്വാസ പരിശീലനം എന്നുള്ളത് കൊണ്ട് സഭ അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫറ്റിക് റോളിന്റെ രണ്ടാമത്തെ ഘടകമായിട്ട് വരുന്നത് വിശ്വാസ പരിശീലനമാണ്. അതിനുശേഷമാണ് ഇടവപ്പള്ളിയിലുള്ള വിശുദ്ധ കുർബാന മധ്യയൊക്കെയുള്ള സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ തിരുവചന വ്യാഖ്യാനം. അത് മൂന്നാമത്തെ ഘടകമാണെന്നുള്ളവർക്ക് അപ്പോഴാണ് നമ്മൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇതിനെ ഒന്ന് സ്വീകരിക്കണം. പ്രിയപ്പെട്ട അധ്യാപകരെ, വേദപാഠ അധ്യാപകരെ, നിങ്ങളും ഇത് വളരെ, കാറ്റഗിസം ടീച്ചേഴ്സ്, നിങ്ങളും ഇതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആ ഒരു ദൗത്യം എത്രയോ മഹോന്നതമാണ്, എത്രയോ ഉന്നതമാണ്. ഈ ഒരു ഇവാഞ്ചലൈസേഷൻ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഫറ്റിക് റോളിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എത്രയോ മഹത്തരമാണ്. നിങ്ങളിലൂടെ എത്രയോ കുഞ്ഞുങ്ങളാണ് വിശ്വാസം വളരാനായിട്ട് സഹായകമാകുന്നത്. അല്ലെങ്കിൽ ദൈവം നിങ്ങളെ അപ്രകാരം എത്രയോ വ്യക്തികളുടെ വിശ്വാസം വളരാനായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് നമ്മുടെ മനസ്സിൽ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുക ഇതാണ്, ഈ ഒരു പ്രവാചക ധർമ്മത്തിൽ പങ്കാളികളാകുന്ന മാതാപിതാക്കളും ഓരോ ക്രിസ്ത്യാനിയും, പ്രത്യേകമായ മാതാപിതാക്കൾ, നമ്മൾ ഫെയ്ത്ത് ഫോർമേഷൻ സൺഡേയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും മതാധ്യാപകര്, കാറ്റഗിസം ടീച്ചേഴ്സും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സഭയിലുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ്, വളരെ വലുതാണ്. ക്രിസ്തുവിനെ കുഞ്ഞുങ്ങളിൽ രൂപപ്പെടുത്തുക, വളർത്തുക, പരിപോഷിപ്പിക്കുക നിങ്ങൾക്കുള്ളൊരു കടമ. അത് വളരെ വലുതാണെന്നുള്ള കാര്യം ഓർത്തുകൊണ്ടാണ് നമ്മളിനി ഇതിൻ്റെ മറ്റ് ചിന്തകളിലോട്ട് നമ്മൾ കടക്കുന്നത്. ഇനി എന്തായിരിക്കണം ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ ഉള്ളടക്കം? വാട്ട് ഷുഡ് ബി ദ കണ്ടന്റ് ഓഫ് ഫെയ്ത്ത് ഫോർമേഷൻ? ഇത് നമ്മുടെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും വേദപാഠ ക്ലാസ്സിന്, സൺഡേ ക്ലാസ്സിന് വിട്ടാൽ ഉത്തരവാദിത്തം കഴിയുന്നു എന്ന് വിചാരിക്കുന്ന പേരൻസും, 12th കാറ്റഗിസം കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസ പരിശീലനം അവസാനിക്കുമെന്ന് വിചാരിക്കുന്ന കുട്ടികളും വളരെ കാര്യമായിട്ട് വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് തന്നെ, ക്രിസ്തു നമ്മൾ രൂപപ്പെടുന്നത് വരെ ഈറ്റുനോവ് അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മൾ പ്രത്യേകമായി സ്വീകരിക്കേണ്ടത്. ഇനി എന്താണ് വിശ്വാസ പരിശീലനത്തിന്റെ ഉള്ളടക്കം, എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ, കാറ്റഗേസി ട്രെഡൻഡെ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പസ്റ്റോലിക് എക്സോർട്ടേഷനിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം അതിനെ പറയുന്നത്, ക്രിസ്തു ആയിരിക്കണം ഈ വിശ്വാസ പരിശീലനത്തിൽ ഉള്ളടക്കം. ക്രിസ്തുവിന്റെ പഠനങ്ങളായിരിക്കണം കാറ്റഗിസം ടീച്ചേഴ്സ് പഠിപ്പിക്കേണ്ടത്. ഇവിടെ വളരെ ഒരു വ്യക്തമായ രീതിയിൽ നമ്മൾ സ്വീകരിക്കേണ്ട, മാതാപിതാക്കളും മതാധ്യാപകരും കുട്ടികളും സ്വീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ വചനമാണ് മത്തായിയുടെ സുവിശേഷം 28:19. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ നിങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് വ്യക്തിപരമായ ഒരു പഠനം അവിടെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. യേശു ക്രിസ്തുവിന്റെ ജീവിതം, യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട രഹസ്യങ്ങൾ, യേശു ക്രിസ്തുവിന്റെ പഠനങ്ങൾ, ടീച്ചിങ്സ് ഓഫ് ജീസസ് അബൌട്ട് ദ മൊറാലിറ്റി ആയിരിക്കാം, ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ചുള്ളതായിരിക്കാം. ഇതിനെക്കുറിച്ചൊക്കെ ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതല്ല മരണാനന്തര രഹസ്യങ്ങളെ കുറിച്ച് എല്ലാ വിശ്വാസ വീക്ഷണങ്ങളും ശരിയാണെന്ന് പഠിപ്പിക്കേണ്ട സ്ഥലമല്ല വിശ്വാസ പരിശീലന വേദി. അല്ലെങ്കിൽ കുടുംബത്തിലും അങ്ങനെയല്ല ചർച്ച ചെയ്യണം. ആദ്യം ഞാൻ എന്താണ് ക്രിസ്തു
പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കണം. അതിന് സഹായിക്കുന്ന രീതിയാണ് ഈ വിശ്വാസ പരിശീലനം വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ടും ക്രിസ്തുവിന്റെ പഠനങ്ങളിലൂടെയും ക്രിസ്തുവിന്റെ കണ്ണിലൂടെയും ക്രിസ്തുവിന്റെ വെളിപാടിലൂടെയും ക്രിസ്തുവിൻ്റെ ലഭിക്കുന്ന കൂദാശകളിലൂടെയും ആ ഒരു വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കണം. അതായിരിക്കണം ഈ വിശ്വാസ പരിശീലനം എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമുണ്ട്. നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിന് 4 ഘടകങ്ങളാണുള്ളത്. അപ്പോൾ ഇതാണ് സഭ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുള്ള എന്താണ് സഭയുടെ പ്രബോധനങ്ങൾ. അതിന് 4 കാര്യങ്ങളാണ് വരിക. ഒന്ന്, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, വാട്ട് വി ബിലീവ് അബൌട്ട് ദ ക്രീഡ്, വിശ്വാസ സത്യങ്ങളെ കുറിച്ചാണ്, നമ്മുടെ വിശ്വാസ പ്രമാണത്തെ കുറിച്ച്. അതിന് 12 ആർട്ടിക്കിൾസ് ആണുള്ളത്, അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ഭാഗം, വാട്ട് വി ലീവ്, ഞാൻ എന്താണ് ജീവിക്കുന്നത്. അത് നമ്മുടെ മൊറാലിറ്റിയെ കുറിച്ചുള്ളത്. 10 കൽപ്പനകൾ. 10 കൽപ്പനകൾക്കനുസരിച്ചാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് എന്നുള്ളത് അവിടെ വ്യക്തമാക്കുകയാണ്. നമ്മളുടെ ഷോർട്ടായിട്ട് പോവുകയാണ്. മൂന്നാമത്തത്, വാട്ട് വി സെലിബ്രേറ്റ്, എന്താണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്, ആഘോഷിക്കുന്നത്. 7 കൂദാശകളെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടുമുള്ള പ്രബോധനങ്ങൾ. നാലാമത്തത്, വാട്ട് വി പ്രേ, നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെ പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ ഒക്കെ ഓരോ വാക്കും വ്യക്തമായിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അതിന് നമ്മൾ തേടേണ്ടതും അതിൻ്റെ സ്രോതസ്സായ സഭയെ തന്നെയാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ സംഹിതയുടെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു, അത് അല്ലെങ്കിൽ മതബോധനത്തിന്റെ വിശ്വാസ പരിശീലനത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവും ക്രിസ്തുവിന്റെ പഠനങ്ങളുമാണ്. അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 4 ഘടകങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുക. ഒന്ന്, ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നവ, ഞാൻ ജീവിക്കുന്നവ അല്ലെ പാലിക്കുന്നവ, ഞാൻ അനുഷ്ഠിക്കുന്നവ അല്ലെങ്കിൽ ആഘോഷിക്കുന്നവ, ഞാൻ പ്രാർത്ഥിക്കുന്നവ. ഇങ്ങനെ 4 ഘടകങ്ങളാണ് വളരെ മനോഹരമായിട്ടുള്ളത്. നമുക്കൊന്ന് അത് ഓർത്തെടുക്കാനായിട്ടും ജീവിക്കാനായിട്ടും പരിശ്രമിക്കാം. ഇനി എന്തായിരിക്കണം വിശ്വാസ പരിശീലനത്തിന്റെ ലക്ഷ്യം? നമ്മൾ വിശ്വാസ പരിശീലനത്തെ കുറിച്ച് ഇത്ര ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ പൂർവികരിൽ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ലഭിച്ചതാണ് നമ്മുടെ വിശ്വാസം. തോമാസ് ലീഹ വഴി നമ്മുടെ പൂർവികർക്ക് ലഭിച്ച വിശ്വാസം നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും തലമുറകളിലോട്ട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. റിലേ പോലെയാണ്, ബാറ്റൺ സ്വീകരിക്കുക, ഓടുക, വീണ്ടും അടുത്ത ആൾക്ക് കൊടുക്കുക. ഇതാണ് അപ്പം നമ്മൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. അതാണ് നമ്മുടെ ഇതായിട്ടുള്ള ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത്. അതാണ് നമ്മുടെ വിശ്വാസ ജീവിതം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ വിശ്വാസ പരിശീലനത്തെ ലക്ഷ്യം? അതിന് 3 തരംതിരിക്കാം. ഒന്നാമത്തത് നമ്മുടെ നേരിട്ടുള്ള ലക്ഷ്യമാണ്. നമുക്കതിനെ ഡയറക്റ്റ് ഗോൾ എന്ന് വിളിക്കാം. വിശ്വാസ പരിശീലനത്തിന്റെ അല്ലെങ്കിൽ 3 kinds of goals of faith formation. The first one is direct goal. Second one is അടിസ്ഥാനപരമായ ലക്ഷ്യം. നമുക്കതിനെ ബേസിക് എന്നോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഗോൾ എന്ന് വിളിക്കാം. മൂന്നാമത്തത് നമുക്ക് ആത്യന്തികമായ ലക്ഷ്യം, അതിനെ അൾട്ടിമേറ്റോ അല്ലെങ്കിൽ ഇറ്റേണൽ ഗോൾ എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഒന്നാമത്തെ വിശ്വാസ പരിശീലനത്തിന്റെ ഈ ലക്ഷ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വിശ്വാസ പരിശീലനം സ്വീകരിക്കുന്ന കുട്ടികളും അത് കൊടുക്കാനായി നിയോഗിക്കപ്പെട്ടുള്ള മാതാപിതാക്കളും അധ്യാപകരും ഇടവക വൈദികരും സ്വീകരിക്കേണ്ടതും ഈ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ബോധ്യമാണ്. അപ്പോൾ വിശ്വാസ പരിശീലനം നേരിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. വിശ്വാസ സ്വാംശീകരണത്തിന് സഹായിക്കുക എന്നതാണ് ഈ ലക്ഷ്യം. അത് പറയുകയാണെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ഇൻഫർമേഷൻ, നോളജ് അബൌട്ട് അവർ ഫെയ്ത്ത്. നമ്മൾ സഭയുടെ ചരിത്രം പഠിക്കണം, ഈശോയെ കുറിച്ച് പഠിക്കണം, ഹിസ്റ്റോറിക്കൽ ജീസസിനെ കുറിച്ച് പഠിക്കണം, സുവിശേഷങ്ങളെ കുറിച്ച് പഠിക്കണം, ബൈബിളിലെ മറ്റു പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. വീണ്ടും നമുക്ക് സഭയുടെ മറ്റ് പ്രബോധനങ്ങളെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ സഭയുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവും
അനുഭവവും ജീവിതവും സ്വന്തമാക്കി വളരാൻ കുട്ടികളെ സഹായിക്കുക എന്നതാണ് വിശ്വാസ നേരിട്ടുള്ള ലക്ഷ്യം. അറിവും അനുഭവവും ഉള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തത് ഫണ്ടമെന്റൽ ലക്ഷ്യമാണ്. അത് ക്രിസ്തീയ ജീവിത രൂപീകരണമാണ് വിശ്വാസ പരിശീലനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. ഈ അറിവ്, ഈ നോളജ് എനിക്ക് കിട്ടി, ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടി അബൌട്ട് ജീസസ്, അബൌട്ട് ദ ചർച്ച്, അബൌട്ട് മൊറാലിറ്റി. But if I am not living that morality or living that values of gospel, or if I am not living according to the teachings of Jesus, if I am not living up to the 10 commandments, what it demands, ഞാൻ ഒരു ക്രൈസ്തവ ജീവിത രൂപീകരണം നടത്തുന്നില്ല. ക്രിസ്ത്യൻ ഫോർമേഷൻ ഓഫ് ലൈഫ് അത് ഞാൻ അവിടെ ചെയ്യുന്നില്ല. അവിടെ ഒരു ഫോർമേഷൻ നടക്കുന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് ജീവിക്കുക. അതാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം. ഇനി അവിടെയും അവസാനിക്കുന്നില്ല വിശ്വാസ പരിശീലന ലക്ഷ്യം. അതിനൊരു അൾട്ടിമേറ്റ് ഗോളുണ്ട്, ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. അത് നിത്യജീവനാണ്. അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുക: ക്രിസ്തുവിനോടും സഭയോടും താതാത്മ്യപ്പെടാൻ കുട്ടികളെ സഹായിക്കുക എന്നതാണ് വിശ്വാസ പരിശീലനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ക്രിസ്തുവിനോടും സഭയോടും താതാത്മ്യപ്പെടുക, അത് നല്ലൊരു വാക്കാണ്. ക്രിസ്തുവിനോടും സഭയോടും താതാത്മ്യപ്പെടുക, ടു ബി വൺ വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. ഇപ്പോൾ അത് ആത്യന്തികമായ ലക്ഷ്യമാണ്. എല്ലാ കാര്യത്തിലും ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടും. സഭ ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണെങ്കിൽ ശിരസായ ക്രിസ്തുവിന്റെ ആ ഒരു ആജ്ഞകൾ അനുസരിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കണം. വീണ്ടും അതെല്ലാം എത്തിച്ചേരേണ്ടത് നിത്യജീവനിലോട്ടാണ്. പ്രിയപ്പെട്ടവർ, ഇതാണ് വിശ്വാസ പരിശീലന 3 ലക്ഷ്യങ്ങൾ. അതിന്റെ നേരിട്ടുള്ള ലക്ഷ്യമുണ്ട്, അത് അറിവിന്റെ തലത്തിലാണ്. ഇൻഫർമേഷൻ, knowledge, gathering of or collection of informations. രണ്ടാമത്തത് ജീവിത രൂപീകരണമാണ്, ക്രിസ്തീയ ജീവിത രൂപീകരണമാണ്. മൂന്നാമത്തത് ആത്യന്തികമായ ലക്ഷ്യമാണ്, ക്രിസ്തുവിനോടും സഭയോടും താതാത്മ്യപ്പെടുക, നിത്യജീവനെ ലക്ഷ്യമാക്കി ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇത് വളരെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വിശ്വാസ പരിശീലനം ഒത്തിരിയേറെ ആഴത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ, ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മുറുകെ പിടിക്കുവാൻ, ഈശോ കാണിച്ചു തന്ന ആ ഒരു മാർഗങ്ങളെയും അതുപോലെ സത്യങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുവാൻ, നിത്യജീവിതത്തെക്കുറിച്ച് യാതൊരു സംശയമില്ലാതെ ജീവിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. പലപ്പോഴും ശാസ്ത്ര ഗവേഷണ രംഗത്തുള്ള നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് നമ്മുടെ കുട്ടികളും ഈ വിശ്വാസ സത്യങ്ങളെ എതിർക്കാനുള്ള പ്രവണത ലഭിക്കുന്നു. അവിടെയും പിടിച്ചു നിൽക്കേണ്ട നമ്മുടെ വിശ്വാസ സത്യത്തിലുള്ള ആ ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലൊന്നും പ്രശ്നമില്ല. വീണ്ടും ഈ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ മനോഭാവങ്ങളെയും എല്ലാം നമ്മൾ ക്രിസ്തുവിന്റെ വീക്ഷണത്തിലൂടെ കാണണമെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കുമ്പോഴും ഈ വിശ്വാസം യഥാർത്ഥത്തിൽ വിശ്വാസ പരിശീലനം അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർ ആ സമയത്തും വിശ്വാസപരമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് അവർ പരിശ്രമിക്കും. അവരൊരിക്കലും ഈ ഒരു വിശ്വാസ പരിശീലനം അവരിൽ പ്രധാനമായി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ക്രിസ്തുവിന് സാക്ഷ്യം നൽകും. അവരുടെ വിവാഹ ജീവിതത്തിലൂടെ, അവരുടെ പൗരോഹിത്യ വിളിയിലൂടെ, അവരുടെ സന്യസ്ത വിളിയിലൂടെ, അവരുടെ ജീവിതാവസ്ഥ അവർ തിരഞ്ഞെടുക്കുമ്പോൾ അത് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതായിരിക്കും. ക്രിസ്തുവിന്റെ വിശ്വാസം വിട്ടുപേക്ഷിച്ചു പോകുന്ന രീതിയിൽ അവരൊരിക്കലും ജീവിതത്തെ കാണുകയില്ല. ഈ ഒരു വിശ്വാസ പരിശീലനം വളരെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 4-ാമത്തെ കൽപ്പന, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള 4-ാമത്തെ കൽപ്പനയെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ മാതാപിതാക്കളുടെ ദൗത്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ മക്കള് തിരിച്ച് എപ്രകാരമാണ് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ആ ഒരു ബഹുമാനമൊക്കെ എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടതെന്നതിനെ കുറിച്ചുള്ള 2 ഖണ്ഡികകളുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ്. ഒഫീഷ്യലായിട്ടുള്ള കത്തോലിക്ക സഭയുടെ പ്രബോധനമാണ്. പാരഗ്രാഫ് 2226. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള വിശ്വാസ പരിശീലനം ശൈശവത്തിൽ തന്നെ
ആരംഭിക്കണം. സുവിശേഷത്തിന് ചേർന്ന വിധത്തിൽ ക്രൈസ്തവ ജീവിതത്തിന് സാക്ഷ്യം നൽകുന്നത് വഴി വിശ്വാസത്തിൽ വളരാൻ കുടുംബാംഗങ്ങൾ പരസ്പരം സഹായിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു. പ്രാർത്ഥിക്കാനും ദൈവമക്കൾ എന്ന നിലയിലുള്ള അവരുടെ ദൈവവിളി കണ്ടെത്താനും തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന ദൗത്യം മാതാപിതാക്കൾക്കുണ്ട്. ഇടവകയാണ് ദിവ്യകാരുണ്യ സമൂഹവും ക്രൈസ്തവ കുടുംബങ്ങളുടെ ആരാധനാ ജീവിതത്തിന്റെ ഹൃദയവും. കുട്ടികളുടെയും മാതാപിതാക്കളുടെയും വിശ്വാസ പരിശീലനത്തിന് വിശേഷാനുകൂല്യമുള്ള സ്ഥാനമാണത്. മാതാപിതാക്കളുടെ കടമയെക്കുറിച്ചും വീണ്ടും ദേവാലയത്തിലോട്ടുള്ള അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ചും ഒക്കെ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അത് സഭ നേരിട്ട് നിങ്ങളോട് പറയുന്ന പ്രബോധനപരമായ ഒരു പഠിപ്പിക്കലാണ്, അല്ലെങ്കിൽ ആഹ്വാനമാണെന്ന രീതിയിൽ നിങ്ങളതിനെ സ്വീകരിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് കുട്ടികളോടുള്ള സുവിശേഷവൽക്കരണം. അത് ശൈശവത്തിൽ തന്നെ ആരംഭിക്കണമെന്നുള്ള സൂചനയും ഇവിടെയുണ്ട്. പ്രാർത്ഥനയിലും അതുപോലെ തന്നെ അവരുടെ ദൈവവിളി കണ്ടെത്താനും ഒക്കെ അവരെ മാതാപിതാക്കൾ സഹായിക്കണം. ഇനി അടുത്ത പാരഗ്രാഫ്, കുട്ടികൾ അവരുടെ ഭാഗത്ത് തങ്ങളുടെ മാതാപിതാക്കളുടെ വിശുദ്ധിയിലുള്ള വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നു. കുട്ടികൾ വളരെ ശ്രദ്ധാപൂർവം ഇത് കേൾക്കേണ്ടതാണ്. കുട്ടികൾ അവരുടെ ഭാഗത്ത് നിന്ന്, ഫ്രം യുവർ സൈഡ്, തങ്ങളുടെ മാതാപിതാക്കളുടെ വിശുദ്ധിയിലുള്ള വളർച്ചയ്ക്ക് സംഭാവന. യു ആർ കോൺട്രിബ്യൂട്ടിംഗ് ഫോർ ദ ഹോളി ലൈഫ് ഓഫ് യുവർ പേരൻസ്, ഓർ യു ആർ കോൺട്രിബ്യൂട്ടിംഗ് സംതിങ് ബൈ യുവർ സൈഡ് so that the parents can become holy. അതൊരു വലിയൊരു നല്ല പോയിന്റ് അല്ലേ? മാതാപിതാക്കളുടെ വിശുദ്ധ ജീവിതത്തിലോട്ട് കുട്ടികൾക്ക് സംഭാവന ചെയ്യാം. അതെങ്ങനെയാണ്? അവരുടെ വിശ്വാസപരമായ ജീവിതത്തിൽ, അവരുടെ പ്രാർത്ഥനാപരമായ ജീവിതത്തിൽ ക്രിസ്തുവിനെ ജീവിക്കുന്ന വഴി, യേശുക്രിസ്തു ഏകരക്ഷകനായി പ്രഖ്യാപിക്കുന്ന വഴി, ഏതൊക്കെ പ്രതിസന്ധിയിലും ക്രിസ്തുവിലുള്ള വിശ്വാസം പതറാതെ ജീവിക്കുമ്പോൾ, കുടുംബത്തിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴും പ്രാർത്ഥനയിലൂടെ ഉത്തരം കണ്ടെത്തുവാനും ദൈവഹിതം തിരിച്ചറിയുവാനും ഒക്കെ കുട്ടികൾ തന്നെ മുൻഗണന എടുക്കുമ്പോൾ അവിടെ അത് മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാനും അവരുടെ വിശുദ്ധിക്ക് മക്കൾ അതിന് സംഭാവന ചെയ്യുന്നു എന്നുള്ളത് വളരെ അനുകരണാർഹമായ ഒരു രീതിയാണ്. ഈ വിശ്വാസ പരിശീലന ഞായറാഴ്ചയിലൂടെ, അതിന്റെ ആചരണത്തിലൂടെ വിശ്വാസി വളരുവാൻ നല്ലവനായ ഈശോ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.